അപ്പോൾ നമ്മളിവിടെ ഒരു കപ്പ കൃഷി തോട്ടത്തിൽ കയറുകയാണ് ഞാൻ. പണ്ടൊക്കെ നമ്മൾ കിടന്ന കപ്പ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കപ്പക്കൂമ്പാരം ഉണ്ടാക്കിയിട്ട് ആദ്യം കപ്പക്കൂമ്പാരം വെട്ടും, പറമ്പെല്ലാം വെട്ടി തെളിക്കും, കിളച്ചിട്ട് കൂമ്പാരം ഉണ്ടാക്കും, എന്നിട്ടാണ് കപ്പ വേണം. അപ്പോൾ ഇവിടെ പുതിയ മോഡൽ കൃഷിയാണ്. ഇത് കണ്ട കപ്പയൊക്കെ നട്ട് എളുപ്പത്തിൽ കപ്പ കിട്ടും, എളുപ്പത്തിലുള്ള കപ്പാടലാണ്. അപ്പോൾ ഇത് കണ്ട പുതിയ രീതിയിൽ കപ്പാടലാണ്. നമ്മൾ ഈ കപ്പ കണ്ടപ്പോൾ ഞാൻ ഈ കപ്പത്തോട്ടം കയറ്റിയാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കപ്പ നടന്നത് ഇങ്ങനെയല്ല. ഇതുണ്ട് കപ്പത്തന്നെ ചുമ്മാ ഇത് ട്രാക്ടർ കൊണ്ട് പൂട്ടിയേക്കുക. സ്ഥലം ട്രാക്ടർ കൊണ്ട് പൂട്ടിയിട്ട് കണ്ട ചുമ്മാ അങ്ങ് പൂട്ടിയിട്ട് കപ്പ നട്ടിരിക്കുകയാണ്. ഒരേക്കർ സ്ഥലമുണ്ട്. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പം നമ്മൾ കലമൊക്കെ കിളച്ച് ഒരുക്കി പിന്നെ കപ്പ പൂരം മുട്ടി അതിനകത്ത് കുഴി ഉണ്ടാക്കി എല്ലുപൊടിയും ചാണകവും ഒക്കെ ഇട്ടാണ് കപ്പ നടന്നത്. എന്നിട്ട് വെട്ടി മൂടി പിന്നെ കപ്പ പൊളിക്കുന്നുണ്ടാകും. ഇവിടെ കപ്പ കിടക്കണുണ്ട്. കപ്പത്തറിയാണ് ഇന്നത്തെ കണ്ടോ. ട്രാക്ടർ കൊണ്ട് പൂട്ടിയേക്കുക. ട്രാക്ടർ ഇങ്ങനെ അങ്ങ് പൂട്ടി കണ്ടം പൂട്ടുന്ന പോലെ ഞാനും പൂട്ടി അപ്പം മറിച്ചിട്ട് കപ്പക്കൊമ്പ് കുത്തി വെച്ചേക്കനാണ്. അപ്പം ഞാനിതിൽ പോയപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനിന്ന് കയറി കണ്ട് ഇതിൻ്റെ വീഡിയോ ഉണ്ടാക്കി നിങ്ങളും കണ്ടെന്ന് വിചാരിച്ചു. പുതിയ രീതി കപ്പാട്ടാണ് കണ്ട. ചുമ്മാ ട്രാക്ടറോട് നട്ടേക്കുവാണ്. ഇങ്ങനെ കിളിച്ച് നിൽക്കണേം കാണാം. ഇവിടെ നമുക്ക് കപ്പത്തണ്ട് കാണാതിരിക്കും അല്ലേ. ഇവിടെ എല്ലാം കപ്പത്തണ്ട് നട്ടു വെച്ചിട്ടുണ്ട്. ഒരു പുതിയ രീതിയിലുള്ള കപ്പത്തടലാണ്. ഞാനത് കണ്ടിട്ട് നിങ്ങൾക്കും വീഡിയോ ഇട്ട് തരാമെന്ന് കരുതി. കണ്ടോളൂ. അപ്പോൾ ഇത് കണ്ടോ കപ്പയെല്ലാം നട്ടു വെച്ചിരിക്കുകയാണ്. ചുമ്മാ കപ്പത്തണ്ട് വെക്കേട്ട് കുത്തി നിർത്തിയിരിക്കുകയാണ്. നമ്മുടെയൊക്കെ നാട്ടിലൊക്കെയാണ് കൂമ്പാരം വെട്ടിക്കൂട്ടിയിൽ നടന്നത്. അപ്പോൾ വെറൈറ്റി കപ്പ നട്ടു വെച്ചപ്പോൾ ഞാനതിൻ്റെ കണ്ടോ കപ്പത്തണ്ട് കുത്തി നിർത്തിയിരിക്കുകയാണ്. കാണാൻ പോലില്ല കപ്പത്തണ്ട്. ഇതിനകത്ത് ഒരു ഒരേക്കർ സ്ഥലമുണ്ട്. എല്ലാം കപ്പത്തണ്ട് ഇങ്ങനെ ഇതിനകത്തെല്ലാം കുത്തി നിർത്തിയേക്കണ്ടോ കുത്തി നിർത്തിയിരിക്കുകയാണ്. ട്രാക്ടർ കൊണ്ട് പൂട്ടിയതാണ്. അപ്പം ഞാനതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തേക്കെന്ന് കരുതി. ഇവിടെ മുളച്ച് കിട്ടുന്നുണ്ട്. പകുതി ഇവിടെ മുളച്ചതുണ്ടോ എല്ലാം കപ്പയാണ് കണ്ടോ. ചുമ്മാ കപ്പ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് മുളച്ച് വരുവാണ്. ഇനി എന്നിട്ട് ഇവർ മണ്ണ് വെട്ടിക്കൂട്ടുന്നതാണ് ഇവർ പറഞ്ഞ്. അവിടെ ചേട്ടൻ പണിയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കപ്പ കൃഷി കണ്ടപ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുക്കാൻ തോന്നി. ഇത് കണ്ടത് എനിക്ക് നല്ല രസമാണ്. കപ്പത്തണ്ട് മാത്രം കുത്തി നിർത്തിയിരിക്കുക. നമ്മുടെയൊക്കെ നാട്ടിൽ കണ്ടം പൂട്ടുന്ന പോലെ പൂട്ടിങ്ങനെ ടില്ലർ കൊണ്ട് അങ്ങ് പൂട്ടി എന്നിട്ട് തണ്ട് ഇങ്ങനെ കുത്തി നിർത്തിയിരിക്കുക. കണ്ട കപ്പക്കൂമ്പാരം ഒന്നുമില്ല. ഒരു പുതിയ വെറൈറ്റി കപ്പ നടന്നത്. ഇനി ഇതിന് എത്ര അടുപ്പിച്ച് വെച്ചേക്കണം അതൊക്കെ അടുത്തടുത്ത് വെച്ചേക്കണേ. ചുമ്മാ ഇനി മണ്ണിന് വെട്ടിക്കൂട്ടി അടയ്ക്കട്ടെ. കണ്ടോ മനസ്സിലായോ. പണ്ടൊക്കെ നമ്മൾ കപ്പാടണം എങ്ങനെയാണ് സ്ഥലമെല്ലാം കിളച്ച് മറിച്ച് അത് പുല്ലെല്ലാം ഒരുക്കി മാറ്റി എന്നിട്ട് കപ്പക്കൂമ്പാരം വെട്ടിക്കൂട്ടി കപ്പക്കൂമ്പാരം റൗണ്ടിൽ വലിയ കപ്പക്കൂമ്പാരം കൂട്ടിയിട്ട് അതിനകത്തൊരു ചെറിയ കുഴി പൊഴിച്ച് ഉണക്കച്ചാണപ്പൊടി പിന്നെ എല്ലുപൊടി ഇട്ട് മൂടി അതിന് മുകളിൽ കപ്പത്തണ്ടിട്ട് പിന്നെ അത് മൂടി വയ്ക്കും. എന്നിട്ട് അതിന് മുകളിൽ ചപ്പൊക്കെ വെട്ടിയിടും. ഇത് അങ്ങനെയൊന്നുമല്ല. പുതിയ രീതി കപ്പ ഇട്ടിരിക്കുന്നുണ്ടോ. ഈ കപ്പയ്ക്കൊക്കെ മണ്ണ് വെട്ടിക്കൂട്ടിയാണ് കണ്ട. മണ്ണ് വെട്ടിക്കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇവിടെ കപ്പ ഇടും. തൊട്ടടുത്ത കപ്പ ഇട്ടത് തൊട്ടടുത്ത് മണ്ണൊന്നുമില്ല. അപ്പോൾ ഇതൊരു പുതിയ രീതിയിലുള്ള കപ്പ നിറൽ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കപ്പയൊക്കെ. അപ്പോൾ അപ്പുറം ഈ ചേട്ടൻ അവിടെ പണയുന്നുണ്ട്. കണ്ട ഇവിടെയൊക്കെ ഒന്ന് മണ്ണിളക്കി കപ്പ കൃഷിയാണ് കണ്ട. എങ്ങനെയുണ്ട് കപ്പ പോലെ കുത്തി നിർത്തിയിട്ടിരിക്കുന്നത്. ഓക്കേ ഈ സൈഡിലെ പുല്ലൊക്കെ ചെത്താറില്ല കണ്ട. പുല്ലിന് ചെത്തന ഇവിടെ. ഈ സൈഡിലൊക്കെ പുല്ല് ചെത്തിയിട്ടില്ല. ഇവിടെയൊക്കെ പുല്ല് ചെത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഇവിടെ എല്ലാം കപ്പയുണ്ട്. ഇവിടെ എല്ലാം മുളച്ച് നിൽക്കുകയാണ്. ഈ പറമ്പ് നിറച്ച കപ്പയാണ്. ഇവിടുത്തെ കപ്പ രീതി ഇങ്ങനെയാണ്. ഇത് കണ്ടപ്പോൾ ഞാനിവിടെ ഒന്ന് കയറി അങ്ങ് പോയതാണ്. പിന്നെ വണ്ടി കൊണ്ട് തിരിച്ച് വന്നിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി തിരിച്ച് വന്നതാണ്. അവിടെ എല്ലാം കപ്പത്തണ്ടുണ്ട് കണ്ടോ കുത്തിയിരുത്തിയിരിക്കുക. നമ്മുടെയൊക്കെ നാട്ടിൽ കപ്പ കേട്ടാൽ ഇങ്ങനെ കപ്പ കൂമ്പാരം കാണത്തില്ലേ. ഇവിടെ കൂമ്പാരം ഇല്ല കേട്ടാ. അപ്പോൾ ഞാൻ ഈ കപ്പനോട് കയറിയതാണ്. ഈ ചേട്ടനോട് പണിയുന്നുണ്ട്. ഇടയെത്തോടെ നമ്മുടെ നാട്ടിൽ ഇടയെത്തെന്ന് പറയും. കണ്ടോ മണ്ണൊന്നും വെട്ടിക്കൂട്ടില്ല. ചുമ്മാ ഇങ്ങനെ ചെത്തി പോകുന്നൊരു ഇനി ഒരു വളവിടാനുള്ളതാണ്. അപ്പോൾ എങ്ങനെ ഇടന്ന് പറഞ്ഞേ ഇത് അത്രേ ഉള്ളൂ. ഓക്കെ നമ്മുടെ നാട്ടിലെങ്ങനെ കപ്പ ഇടണേ അത് വെട്ടിക്കൂട്ടി വളം ഇട്ട് പിന്നെ പോച്ച വെട്ടി ഈ പുല്ല് വെട്ടി കഴിച്ചിട്ട് വളം ഇട്ട് മണ്ണ് വെട്ടിക്കൊടും. കണ്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കപ്പ ഇടുന്നത്. അപ്പോൾ ഈ കപ്പ ഇട്ടപ്പോൾ ഞാനത് കണ്ടുകൊണ്ട് എനിക്ക് തോന്നി
നമ്മുടെ വാഴ പോയി കണ്ടിട്ടോ. ആണോ? ഓക്കെ ഓക്കെ, ശരി എന്നാൽ. ഓക്കെ ഓക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. പിന്നെ വീണ്ടും കാണാം. ബൈ ബൈ.